വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാനു ഷരീഫിലെ ഏറെ പുണ്യം നിറഞ്ഞ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന അവസാന 10 ദിനരാത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയങ്ങളിൽ തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ചറിയാനും അത് നിർവഹിക്കാനും ഒക്കെ നമ്മൾ വളരെ താല്പര്യം കാണിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വോയിസിൽ പറയുന്നത്. തസ്ബീഹ് നമസ്കാരത്തെക്കുറിച്ച് മഹാനാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അതിൻ്റെ മഹത്വം കാണാം. മഹാനാകുന്ന പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നമസ്കാരത്തെ പരിചയപ്പെടുത്തുന്നത് തൻ്റെ പിതൃവിനെ വിളിച്ചുകൊണ്ടാണ്. യാ അബ്ബാസ്, യാ അമ്മ, എൻ്റെ പിതൃവ്യ അബ്ബാസ് എന്നവരെ, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരട്ടെയോ, 10 നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്നൊരു കാര്യം പറഞ്ഞു തരട്ടെയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നിസ്കാരത്തെ പരിചയപ്പെടുത്തിയത്. ഏതൊക്കെയാണ് തസ്ബീഹ് നമസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 10 നേട്ടങ്ങൾ? അത് ആദ്യത്തേതും അവസാനത്തേതും, പഴയതും പുതിയതും, അബദ്ധത്തിൽ ചെയ്തതും മനഃപൂർവ്വം ചെയ്തതും, ചെറുതും വലുതും, രഹസ്യവും പരസ്യവുമായൊക്കെ സംഭവിച്ചു പോയ ഈ 10 പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്ന വളരെ മഹത്വമേറിയ ഒരു നമസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം എന്ന് പറയുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് എല്ലാ ദിവസവും കഴിയുന്നവർ അങ്ങനെ അത് നിർവഹിക്കണം. ഇനി എല്ലാ ദിവസവും നിർവഹിക്കാൻ കഴിയാത്തവർ ആഴ്ചയിലൊരിക്കൽ നിർവഹിക്കണം. ഫഇൻ ലം തഫ്അൽ ഫഫീ കുല്ലി ശഹ്രിൻ മറ. ഇനി ആഴ്ചയിലും ചെയ്യാൻ സാധിക്കാത്തവർ മാസത്തിലൊരിക്കലെങ്കിലും ചെയ്യണം. ഫഇൻ ലം തഫ്അൽ ഫഫീ കുല്ലി സനത്തിൻ മറ. ഇനി മാസത്തിലും കഴിയാത്തവർ വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യണം. വർഷത്തിലും ചെയ്യാത്തവർ ആയുസ്സിലൊരിക്കലെങ്കിലും എന്തായാലും തസ്ബീഹ് നിസ്കരിക്കണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എപ്പോഴാണ് ഇതിൻ്റെ സമയം? തസ്ബീഹ് നിസ്കാരത്തിൻ്റെ സമയം എന്ന് പറയുന്നത് പ്രത്യേകമായി ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഏത് സമയത്തും ഇത് നിർവഹിക്കാം. എന്നാൽ നിസ്കാരം കറാഹത്തുള്ള സമയത്ത് നിർവഹിക്കാൻ പാടില്ല. അതല്ലാത്ത ഏത് സമയത്തും നിർവഹിക്കാം എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും ഉത്തമം അത് രാത്രി നിർവഹിക്കലാണ് പകലിനെക്കാട്ടിലും നല്ലത് എന്ന് കാണാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനത്തിന് നമുക്ക് വെച്ച ഏറ്റവും നല്ല സമയം അത് രാത്രിയുടെ അവസാന പകുതിയിലാണ്. അതുകൊണ്ട് ആ സമയത്ത് നിർവഹിക്കലേറെ പുണ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ റക്അത്ത് 4 റക്അത്താണ് തസ്ബീഹ് നിസ്കാരത്തിനുള്ളത്. 4 റക്അത്തുകളാണ് അതിനുള്ളത്. 4 റക്അത്താണ് തസ്ബീഹ് നമസ്കാരത്തിൻ്റെ എണ്ണം എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ആ 4 റക്അത്ത് നമ്മൾ പകലിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്തും ഒരുമിച്ച് ഒറ്റ സലാം കൊണ്ട് നിർവഹിക്കലാണ് നല്ലത്. ഇനി അതല്ല, രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ 2 റക്അത്തുകളായി 2 സലാം കൊണ്ട് നിസ്കരിക്കലാണ് ഉത്തമമുള്ളത്. അതിൽ തസ്ബീഹ് ചെല്ലൽ നമുക്കറിയാം, 300 തസ്ബീഹുകൾ ചെല്ലേണ്ടതുണ്ട്. ആ തസ്ബീഹുകളുടെ എണ്ണത്തിൽ വല്ല സംശയവും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ കുറഞ്ഞ എണ്ണം ഏതാണ് എന്ന് നമ്മൾ ആലോചിക്കുകയും അത് ഉറപ്പിക്കുകയും ബാക്കി പൂർത്തിയാക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് തസ്ബീഹിൻ്റെ എണ്ണം വിരലുകൊണ്ട് നമുക്ക് വിരലുകൾ മടക്കിയിട്ട് എണ്ണം പിടിക്കാൻ പറ്റുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാകാറുണ്ട്. അത് കറാഹത്താണ് എന്ന് മനസ്സിലാക്കുക. പകരം നമുക്ക് വിരലുകൾ ഇങ്ങനെ മടക്കി പിടിക്കുന്നതിന് പകരം വിരലുകൾ ഇങ്ങനെ അമർത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് എണ്ണം എടുക്കാം. അതാണ് ഏറ്റവും നല്ലത്. മഹാന്മാർ പഠിപ്പിക്കുന്നത് ഹൃദയം കൊണ്ട് നമുക്കതിൻ്റെ എണ്ണം ഓർത്തു വെച്ച് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമം അതാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു മസല, തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തുള്ള ഒരു നിസ്കാരമല്ല. അതുകൊണ്ട് ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കലാണ് ഏറ്റവും പുണ്യമുള്ളത്. പിന്നെ പഠനാവശ്യത്തിന് വേണ്ടിയൊക്കെ നമുക്ക് അത് വേണമെങ്കിൽ ജമാഅത്തായി നിർവഹിക്കാം എന്ന് പറയുന്നു എന്നതല്ലാതെ അതിൻ്റെ ഏറ്റവും പുണ്യമുള്ളത് അത് നമ്മൾ തനിച്ച് നിർവഹിക്കലാണ്, ഓരോരുത്തരായി നിർവഹിക്കലാണ്. അപ്പോൾ എങ്ങനെ വുളൂഅൊക്കെ ചെയ്ത് തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്ത് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. അങ്ങനെ കൈകെട്ടിയതിൻ്റെ ശേഷം വജ്ജഹത്ത് ഓതി, അതിൻ്റെ ശേഷം ഫാത്തിഹ ഓതുന്നു, ശേഷം സൂറത്ത് ഓതുന്നു. അതിൻ്റെ ശേഷം 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ് ദിക്ർ. വല്ലാഹു അക്ബർ. പിന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ 15 തവണ നമ്മൾ അവിടെ ചെല്ലുന്നു. അതിൻ്റെ ശേഷം പിന്നെ റുക്കൂ ചെയ്യുന്നു. റുക്കൂയിലെ ദിക്റിൻ്റെ ശേഷം അവിടെ 10, പിന്നെ ഇഅ്തിദാലിലേക്ക് പ്രവേശിക്കുന്നു. അവിടുത്തെ ദിക്റിൻ്റെ ശേഷം 10, പിന്നെ 2 സുജൂദുകൾ, അവയുടെ ഇടയിലെ ഇരുത്തം. ഇവിടങ്ങളിലെല്ലാം സാധാരണ ദിക്റുകൾ ചൊല്ലിയതിൻ്റെ ശേഷം നേരത്തെ പറഞ്ഞ ആ തസ്ബീഹ് 10 വീതം തവണ നമ്മൾ നിർവഹിക്കുക. പിന്നെ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാറാണ് പതിവുള്ളത്. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ എഴുന്നേൽക്കാതെ അവിടെ ഒന്നിരിക്കുക
ഇരിക്കുക, അതിനാണ് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്ന് പറയുന്നത്. അങ്ങനെ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരുന്നിട്ട് അവിടെ 10 തവണ ചൊല്ലി പിന്നെ ഒന്നും മിണ്ടാതെ നേരെ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ പിന്നെ ഫാത്തിഹ സൂറത്ത് ഓതി 15 തവണ രണ്ടാമത്തെ റക്അത്തിൽ 15 തവണ നമ്മളവിടെ നിർവഹിക്കുന്നു. പിന്നെ റുക്കൂ എത്തിദാൽ ഇങ്ങനെ നിർവഹിച്ച് ഒരു 2 റക്അത്തിലായി 75 തസ്ബീഹ്, അങ്ങനെ 4 റക്അത്തിലായി മൊത്തം 300 തസ്ബീഹാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇതാണ് ഇതിൻ്റെ രൂപം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ തസ്ബീഹ് ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇനി സൂറത്തുകൾ ഏതാണ് ഓതേണ്ടത്. ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാക്കുമുത്ത തകാസുർ എന്ന് പറയുന്ന സൂറത്തു തകാസുറും, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ അസ്ർ വൽ അസ്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത്, പിന്നെ മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ, നാലാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ്. ഇതാണ് ഓതൽ സുന്നത്തുള്ളത്. ഇനി ഇതറിയാത്തവർക്ക് മറ്റേത് സൂറത്തും ഓതാവുന്നതാണ്. പുണ്യമുള്ള ഈ രാവുകളിലൊക്കെ തസ്ബീഹൊക്കെ നിസ്കരിച്ച് പ്രത്യേകം ദുആ ചെയ്യലും വളരെ പുണ്യമുള്ളതാണ്. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയും ഇൻഷാ അല്ലാഹ് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ അതും ചേർക്കുന്നുണ്ട്. എല്ലാവരും അതൊക്കെ നിർവഹിക്കുകയും പ്രാർത്ഥനകളിൽ നിങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.